അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്നയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, നിസ്കാരത്തിൽ തല തുറന്നിടുക. അപ്പോൾ നിസ്കാരത്തിൽ തല തുറന്നിടുക എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? ഒരു ദിവസം എന്നുള്ളതാണോ, അല്ലെങ്കിൽ ജായിസ് എന്നാണോ, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം എന്നാണോ, അല്ലെങ്കിൽ ഹറാം എന്നാണോ, അല്ലെങ്കിൽ 5 വക്ത് നിസ്കാരം എന്നുള്ളതാണോ, അല്ലെങ്കിൽ കറാഹത്ത് എന്നുള്ളതാണോ, അല്ലെങ്കിൽ നഫ്ല് എന്നുള്ളതാണോ? ഏതാണ്? ഒന്നുകൂടെ നോക്കാം. നിസ്കാരത്തിൽ തല തുറന്നിടുക, അത് കറാഹത്താണ്. അപ്പോൾ അവിടെ കറാഹത്ത് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നല്ല ചെരിപ്പ് ധരിക്കുക, അതെന്താണ്? ജായിസാണ്. അപ്പോൾ അവിടെ ജായിസ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, സലാം പറയൽ, അവിടെ എന്താണ് വേണ്ടത്? നഫ്ല്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നും നഫ്ല് എന്നുള്ളത് മൂന്നാമത്തതിന് നേരെ എഴുതി കൊടുക്കുക. നാലാമത്തത്, മദ്യപാനം ഹറാമാണ്. അപ്പോൾ അവിടെ ഹറാമ് എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ 5ാമത്തത്, ഫർളു ഐന്. ഏതാണ് ഫർളു ഐന്? 5 വക്ത് നിസ്കാരമാണ്. ഇനി 6ാമത്തത്, ഫർള് കിഫായ ഏതാണ്? മയ്യത്ത് നിസ്കാരമാണ്. 7ാമത്തത്, ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം, ഒരു ദിവസം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നും മൂന്നാമത്തെ ഭാഗത്ത് നിന്നും ഒരു ദിവസം എന്ന് 7ൻ്റെ നേരെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 എണ്ണം വീതം എഴുതുക. ഒന്നാമത്തേത്, വെള്ളം 3 വിധം. അപ്പം വെള്ളം 3 വിധം ഉണ്ട്, പക്ഷെ അവിടെ എഴുതേണ്ടത് 2 എണ്ണം മാത്രമാണ്. ഏതെല്ലാം 3 വിധം? തഹൂർ, ത്വാഹിർ, നജസ്, അല്ലേ? അപ്പോൾ അവിടെ ഏതെങ്കിലും 2 എണ്ണം, ഒന്ന് തഹൂർ എഴുതുക, രണ്ടാമത്തേത് ത്വാഹിർ എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, നജസുകൾ 3 വിധം. ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഏതൊക്കെയാണ്? മുഅല്ലൽ, മുത്തവസ്സിത്ത്, മുഖഫഫ് എന്നീ 3 നജസുകളുണ്ട്. ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ്? കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഏതിൻ്റെയൊക്കെ രക്തമാണ്? ഒന്ന്, തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, അതുപോലെ ഹൈള് രക്തം, അതുപോലെ മുഅല്ലദ് അല്ലാത്ത അന്യരക്തം. ഈ രക്തങ്ങൾ എന്താകും? കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തങ്ങളാണ്. ഇനി 4ാമത്തത്, വുളൂഇൻ്റെ സുന്നത്തുകൾ 2 എണ്ണം എഴുതാനാണ്. ഏതൊക്കെയാണ് വുളൂഇൻ്റെ സുന്നത്തുകൾ വരുന്നത്? ഖിബ്ലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ, സംസാരിക്കാതിരിക്കൽ, അതുപോലെ തുടർച്ചയായി ചെയ്യൽ. ഇതൊക്കെയാണ് വുളൂഇൻ്റെ സുന്നത്തുകളായി വരുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ്, വ്യക്തമാക്കാം. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. നിഫാസ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് എഴുതണം. എന്താണ് നിഫാസ്? പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണത്. പ്രസവം കഴിഞ്ഞ് ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായത്. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായത് ഏത് രൂപത്തിലാണ്? അസ്വലാത്തു ജാമിഅ. അപ്പോൾ അവിടെ അസ്വലാത്തു ജാമിഅ എന്ന് എഴുതി കൊടുക്കുക. നമ്മൾ വിത്റിനും അതുപോലെ റമദാനിലെ തറാവീക്കും റമദാനിലെ വിത്തുറൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? അസ്വലാത്തു ജാമിഅ എന്ന് വിളിക്കുന്നത്. അപ്പം അതാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തേത്, ഇഖാമത്തിൻ്റെ 2 കലിമത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് എന്താണ്? അപ്പം ഇഖാമത്തിലെ 2 കലിമത്തുകൾ ഏതാണ്? ഇഖാമത്തിലെ 2 കലിമത്തുകൾ ഖദ് ഖാമത്തി സ്വലാത്ത്, ഖദ് ഖാമത്തി സ്വലാത്ത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയേണ്ടത്? എന്താണ്? അഖാമഹല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ, അതാണ് പറയേണ്ടത്. ഇനി 4ാമത്തേത്, ഹൈ ആലാത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത്.
ഹയ്യാലാത്തുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ബാങ്ക് കൊടുക്കുന്ന അവസരത്തിൽ ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാ, ഹയ്യ അലൽ ഫലാ എന്ന് കേൾക്കുന്ന അവസരത്തിൽ എന്താണ് നാം പറയേണ്ടത്? എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നാണ് പറയേണ്ടത്. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതാണ്? 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുബ്ഹി, ജുമുഅ. സുബ്ഹി നിസ്കാരവും ജുമുഅ നിസ്കാരവുമാണ് 2 ബാങ്കുകൾ സുന്നത്തുള്ള നിസ്കാരം. ഇനി രണ്ടാമത്തത്, തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതാം. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം ഏതൊക്കെയാണ്? വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. ഏതൊക്കെയാണ്? വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും അതുപോലെ മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. ഇനി മൂന്നാമത്തത്, ഇസ്തിഹാലത്ത് എന്നാൽ എന്താണ്? എന്താണ് ഇസ്തിഹാലത്ത്? ഉത്തരം, ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത്. അപ്പോൾ ഹൈലിൻ്റെ സമയത്തല്ലാതെയും നിഫാസിൻ്റെ സമയത്തും അല്ലാതെ ഉണ്ടാകുന്ന രക്തത്തിനാണ് ഇസ്തിഹാലത്തിൻ്റെ രക്തം അല്ലെങ്കിൽ ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലും. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, മുഖഫഫായ നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെയാണ് മുഖഫഫായിട്ടുള്ള നജസ് ശുദ്ധിയാക്കേണ്ടത്? നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. അപ്പോൾ നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മുഖഫഫായിട്ടുള്ള നജസ് ശുദ്ധിയാകും. ഇനി അടുത്തത് ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ഫല്യു അദ്ദിൻ ഇദാ ഹളറത്തി ലക്കും അഹദുക്കും അസ്വലാത്തു. അപ്പം അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ഇദാ ഹളറത്തി സ്വലാത്തു ഫല്യു അദ്ദിൻ ലക്കും അഹദുക്കും എന്ന് വരും. ഇനി അവസാനത്തെ 6ാമത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. താഴെ 2ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തേത്, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഡേഷ് മുത്തനജ്ജിസാകും. അപ്പോൾ അത് എങ്ങനെ വരും? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ മുത്തനജ്ജിസാകും എന്ന് വരും. ഇനി അവസാനത്തേത്, മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഡേഷ് ഇബാദത്തുകളിൽ ഏറ്റവും ഡേഷ് നിസ്കാരം. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ പൂർത്തിയാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله تعالى وبركاته.